ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വൃത്തിക്കൊക്കെ ഞാൻ നിൽക്കുന്നുണ്ടല്ലോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ സമയം ഇപ്പം 5:30 മണിയായി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് പറയാൻ വിട്ടുപോയി. 5:30 മണിയായി. ഞാൻ 12 മണിയായപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നു. എനിക്ക് 2 വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് മേക്കപ്പ് പോലും റിമൂവ് ചെയ്യാണ്ട് വന്നതാട്ടോ. ചോറൊന്നും ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചില്ല. 12 മണിയായപ്പോഴേ ഏട്ടൻ വന്ന് പോയി. പിന്നെ ആ വീഡിയോയുടെ പുറകെ ഇപ്പോൾ കഴിക്കാൻ തോന്നിയില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങ് വന്നു. ഇവിടെ വന്ന് അച്ഛനെ കൊണ്ട് 2, 3 അച്ഛനും കൂടെ വീഡിയോയിൽ വേണമായിരുന്നു. അങ്ങനെ അച്ഛനെ കൂടെ ഇരുത്തി ഒരു വീഡിയോ എടുക്കാൻ ആ വേഷത്തിൽ തന്നെ ഞാനിങ്ങനെ വന്നു. മേക്കപ്പ് ഒന്നും റിമൂവ് ചെയ്തില്ല. എന്ത് സാധനോടാ ആരുണ്ടാക്കി? ചീമയും കൊച്ചും കൂടി രാവിലെ വന്നു. അവർക്കൊന്നും അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ അങ്ങനെ അവർ പോയിട്ട് വൈകിട്ട് നേരത്തെ കഴിയുകയാണെങ്കിൽ വരും, ഇല്ലെങ്കിൽ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു. നിറയെ പഴം ഇരിക്കണു. അങ്ങനെ പഴംപൊരിയുടെ കാര്യം അമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ചീമ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വന്നപ്പോൾ ചീമ അങ്ങോട്ട് പോകും. ചീമ ഉണ്ടാക്കിയ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. പറ്റില്ല. ഞാൻ ചക്കാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഇന്നത്തെ വീഡിയോ മിക്കവാറും ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. ഞാൻ ഇവിടെ വന്നപ്പോൾ അമ്മയുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ, അമ്മയുടെ അപ്പൂപ്പനും അമ്മൂമ്മയല്ല, എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മ, അതായത് രവി മാമനും മാമി, അമ്മയുടെ മാമനും മാമിയും വന്നു. ഒരൊറ്റ കാര്യമൊക്കെ എനിക്കൊന്ന് ചീമ ചായട്ട് കൊടുത്ത് കാണും, എനിക്കറിയില്ല. എപ്പോൾ വന്ന് കയറി പാടെ പിന്നെ വീഡിയോ എടുക്കാമെന്ന് എഴുതി ഉള്ള ചാർജ് പോലും തീർന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ രാവിലെ വന്നപ്പോൾ ഫോണിൻ്റെ ലെൻസിൽ എങ്ങനെയോ വെള്ളം കയറിയിട്ട് ഫുൾ ഫോഗായിപ്പോയി കേട്ടോ. അപ്പം ഞാൻ ലെൻസിൽ ക്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പോകുന്ന വഴിക്കാണ് ഞാനത് റിമൂവ് ചെയ്തത്. പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അതാണ് സംഭവിച്ചത് കേട്ടോ, അതാണ് സംഭവിച്ചത്. യെസ്, കുഞ്ഞിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ പറ്റിയില്ല. വേദക്കുട്ടി, ഹായ് വേദ. കുഞ്ഞ് കളിച്ചാടാ? എന്തിനു? ആ ലെൻസിന്റെ ക്യാപ്പ് റിമൂവ് ചെയ്തപ്പോൾ നല്ല ക്ലാരിറ്റി ഫോണിൽ. ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് 12 മണിക്ക് പോയാൽ ഞാനാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും 4-5 മണിയായി കേട്ടോ. വന്നപ്പോഴേക്കും അപ്പൂപ്പനും അമ്മൂമ്മ ഇരിപ്പുണ്ട്, അമ്മയുടെ മാമനും മാമിയും കേട്ടോ. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവർ ഓടി വരാറുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. ഇവരും ആക്ച്വലി നമ്മൾ വീടിനടുത്തായിരുന്നേ, ചുള്ളിമാനൂർ ആറമ്പള്ളി അല്ല, പക്ഷേങ്കിലും അടുത്തായിരുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്താണ്, നെട്ടയത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. അങ്ങനെ അമ്മൂമ്മ അപ്പൂപ്പനും വന്ന് കുറേ സമയം കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അമ്മയ്ക്ക് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ എഴുന്നേറ്റിരിക്കാനും കാര്യം പറയാനും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അമ്മ ഇപ്പോൾ ബെറ്ററായി വരുന്നുണ്ട്, കുറച്ചായി വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി റിക്കവർ ആയാലേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ. കുളിക്കാനൊക്കെ വലിയ പാടാണ്. 2 ദിവസത്തിലൊരിക്കലൊക്കെയാണ് മറ്റേ റാപ്പൊക്കെ ചെയ്തിട്ടാണ് കുളിക്കുന്നത്. കാരണം വെള്ളം ഒട്ടും വീഴാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വീഴണ്ടാന്ന് കരുതി വലിയ റിസ്ക് എടുക്കാറില്ല. സത്യമായിട്ടും ഞാൻ ആ മേക്കപ്പൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഒരു വൃത്തിമനയൊക്കെ ഉണ്ടല്ലേ. വന്നിട്ട് നോക്കിയപ്പോഴേക്കും ഞാനിന്ന് ചോറ്, മഷ്റൂം മെഴുക്കുവരട്ടി, പയർ തോരൻ, മീൻകറി, മീൻ വറുത്തതൊക്കെ വച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോയി, ഞാൻ കഴിക്കാൻ കാണില്ല, നിങ്ങൾ കഴിച്ചോളൂ, വേണ്ടാന്ന് പറഞ്ഞു. വന്നപ്പോഴേക്കും എല്ലാത്തിൽ നിന്നും കുറേശ്ശെ വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീമയും കൊച്ചും ഇവിടെ ഉണ്ടായിരുന്നു. അവർ അവിടെ ഒരു ഫംഗ്ഷനായിട്ട് അവർ രണ്ടുപേരും ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അവർ അങ്ങോട്ട് പോയി. വൈകുന്നേരം ചിലപ്പോൾ അവർ വരും കേട്ടോ, അല്ലെങ്കിൽ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ എല്ലാത്തിലും കറികളും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. മഷ്റൂം മെഴുക്കുവരട്ടി കണ്ടപ്പോൾ എനിക്ക് പിന്നെ കഴിക്കാനായിട്ട് തോന്നി. പിന്നെ ലേശം ചോറും പയറുത്തോരനും മെഴുക്കുവരട്ടിയും മീൻ പൊരിച്ചതും മീൻ കറി വെച്ചതൊക്കെ കൂട്ടി കഴിച്ചിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് നൈസായിട്ട് നെട്ടയത്തേക്ക് പോയി. ഓണമൊക്കെ ആയതുകൊണ്ട് ആളൊക്കെ വലിയ രീതിയിൽ ജംഗ്ഷനിലൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ചതയം കൂടി കഴിഞ്ഞിട്ടായിരിക്കും എല്ലാം സജീവമായി വരുന്നത്. അങ്ങനെ ഈ വർഷത്തെ ഓണമൊക്കെ കഴിഞ്ഞല്ലേ. കടകൾ പലതുമില്ല. പിന്നെ നമ്മുടെ ഇവിടെ നെട്ടയത്തും 3-ാം മൂടും ഒക്കെ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആട്ടോ ഉള്ളത്. അതുകൊണ്ട് കുറച്ച് ആൾവാസം ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. എന്തായാലും അച്ഛനെയും കൊണ്ട് പതിയെ നെട്ടയം ജംഗ്ഷനിലൊന്നും വാങ്ങിക്കാണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് പുതിനയില, നാളെ ബിരിയാണി വയ്ക്കുന്നുണ്ട്, കുറച്ച് പുതിനയില വേണമെന്നും പറഞ്ഞ് പുതിനയില മാത്രം വാങ്ങിക്കാനായിട്ട് അച്ഛനെ നൈസായിട്ട് കൊണ്ടുവന്ന് അവിടെ കണ്ണൂസിൽ കയറി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഞാനും അച്ഛനും കൂടി തിരിച്ചു വന്നേ. ഹേയ്, ഇന്ന് എനിക്ക് വേദക്കുട്ടിയാണ് ഡിന്നർ സെറ്റ് ചെയ്യുന്നത്. എന്താ വേദ പൂത്തോ നോക്കുന്നതാ? ചീത്ത ബാക്ടീരിയാസ് വന്നോ നോക്കാണ്. തിരി ഇല്ലടാ, കുഴപ്പമില്ല. അപ്പൊ ഇതിൻ്റെ കൂടെ വെക്കണ സാധനങ്ങൾ എന്തൊക്കെ? അപ്പൊ ഞാൻ വീഡിയോ എനിക്ക് ഡബ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ശരിക്കും കിടക്കണേ. സ്പ്രെഡ് വൈ. അപ്പോ വേദ കുറെ സമയമായിട്ട് ഞാൻ പറയട്ടെ, എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യം എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ താഴെ ഇറങ്ങി വന്നപ്പോ അവള് സാൻഡ്വിച്ച് ഉണ്ടാക്കി മമ്മിക്കും അച്ഛക്കും ഒക്കെ കൊടുക്കട്ടാന്ന് ചോദിച്ചു. സോസ് ചീമ കുറെ എടുത്ത് കളഞ്ഞടാ. വേറെ ബോട്ടിലൊക്കെ ഇരുന്നത് ഇന്നലെ ചീമ ക്ലീൻ ചെയ്തപ്പോഴത്തെ കളഞ്ഞു.
പിന്നെ മറ്റേ നിങ്ങൾ ഇന്നലെ കുന്നിൽ നിന്ന് വാങ്ങിച്ച പാറ്റിയാണോ? ഫ്രൈസ് ഉണ്ട്. നീ എണ്ണയിൽ കളിക്കാൻ പോകണം, ഞാൻ ഫ്രൈ ചെയ്ത് തരാം. So guys, ഒരാള് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ കേറിയിട്ട് ഇപ്പൊ എന്റെ തലയിലാക്കിട്ട് പോയി. പിന്നെ എണ്ണയിൽ നീയല്ലേ ചെയ്യണത്. ഒന്ന് വാഴക്കപ്പം ഇന്ന് പഴംപൊരി ഉണ്ടാക്കിയ എണ്ണ നോക്കൂ, ഒരു പാത്രം എണ്ണയിൽ പഴംപൊരി ഉണ്ടാക്കിയിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ചീമ ജീവിക്കും. നോക്ക്, എണ്ണ എടുത്തൊഴിച്ചേക്കുന്നത് മാറുന്നില്ലേ? വേദ മാറുന്നില്ലേ? ഫുൾ ഫ്രൈ ചെയ്യണോ? കുറച്ചിരിക്കട്ടെ, കുറച്ച് പോരെ? ഇത്ര മതിയാ? അവള് മറ്റേ ബ്രെഡ് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുന്നു. ഇതുപോലുള്ള ജങ്ക് ഫുഡ്സ് ഉണ്ടാക്കാൻ വേദം ഇടുക്കിയാണ്. ഡാൻസ് പ്രാക്ടീസുമില്ല, ഒന്നുമില്ല. നടന്നേ നീ ഇന്ന് എന്തെന്ന് ഓണക്കോടി ഇടാത്തത്? എത്ര ഡ്രസ്സ് നിനക്ക് വാങ്ങിച്ചു തന്നു? അയ്യോ, നീയല്ലേ ഇട്ട് നോക്കി വാങ്ങിച്ചത്. നാളെ നല്ല ആ ഡ്രസ്സ് ഇടണേ. ആന്റി വാങ്ങിച്ചു തന്ന ഡ്രസ്സ് ഇടണേ നാളെ. നാളെ എന്താണ്? നമുക്ക് നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. പറയില്ല 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 പറയില്ലേ? കേട്ടില്ല. ചീസ് അവിടെയാണെങ്കിൽ മറ്റേ എയർ ഫ്രയറിൽ വേദ എല്ലാം ഫ്രൈ ചെയ്ത് എന്റെ ഹെൽപ്പ് ആവശ്യമില്ല. ഇവിടെ എണ്ണ ആയതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നിന്റെ മമ്മിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. മോമിന് അങ്ങനെയുണ്ട്. ഓരോ ദിവസം ചെല്ലും തോറും വേദന കൂടുതലാണോ അതുപോലെയാണോ കുറവുണ്ടോ? കുറവുണ്ടെന്ന് അങ്ങനെ പറയാനും പറ്റില്ല, കൂടുതലും അല്ല, അന്നത്തെ പോലെ തന്നെ. ഒരുപാട് വ്യത്യാസമുണ്ട്. ഒറ്റയ്ക്കൊക്കെ നടന്ന് കൈ കഴുകാനൊക്കെ പോയി, വാക്കർ ഇല്ലാതെ. സോ യുവർ സാൻഡ്വിച്ച് അല്ല, ആക്ച്വലി ബർഗർ ആണ്. ബർഗർ ബണ്ണിലുള്ള ബ്രെഡിൽ അഡ്ജസ്റ്റ് ചെയ്തു ഇല്ലടാ. സോസ് ഇല്ല, മേണേസ് ഇല്ല, വെജീസ് ഇല്ല, ഒന്നുമില്ലാത്തൊരു ബർഗർ. വേദുജി ഉണ്ടാക്കിയ എന്ത് പേരിടാടാ? ബർഗർ ഒന്നും പേരിടാൻ പറ്റില്ല, സാൻഡ്വിച്ച് ഒന്നും പേരിടാൻ പറ്റൂല. ഒന്നുമില്ലാതെ ഉണ്ടാക്കിയതാണ്. സോസ് ഇല്ല, ചീസ് മാത്രം ഉണ്ടായിരുന്നു, വെജീസ് ഇല്ല, മേണേസ് ഇല്ല. ഞാൻ ചീമ വരുമ്പോ ഷവർമ വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇത് തിന്നവർക്ക് ആർക്കും ഇല്ല. ചപ്പാത്തി ആണെങ്കിൽ ചുട്ടേരാ. ആ ദോശ എപ്പോഴാണ് എടുത്ത് കളഞ്ഞത്. ഗൈസ്, വാക്കർ ഇല്ലാണ്ട് നടന്നു വരുന്ന ഷിജാമ്മ പഴയ മുണ്ടിക്കാല് പോലെ തന്നെ ഇപ്പോഴും ചെയ്യണ്ടെന്ന് തോന്നണ. സാധനം കുറച്ചുകൂടെ വഴങ്ങി വരുന്നില്ല, മുട്ട് നന്നായിട്ട് മടങ്ങുന്നില്ലെന്നുള്ളത്. വേദനയില്ല. വേദനയില്ല. ആ, പണ്ട് നടക്കുമ്പോൾ ഉള്ള വേദനയില്ല. ഇപ്പൊ സുഖം. പക്ഷെ ഇരിക്കുമ്പോഴും ഒക്കെ ആ വേദനയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ കഴിയുമ്പോൾ സെറ്റായി വരുമായിരിക്കും. അമ്മ പറയണത് പണ്ടത്തെ ആ വേദന എന്തായാലും ഇപ്പൊ ഇല്ല, പക്ഷെ മടക്കാനൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടെന്ന്. അത് ഫിസിയോതെറാപ്പി ചെയ്താലേ ബുദ്ധിമുട്ട് മാറൂ. ചെയ്യന്നെ വല്ലതും. എന്തോന്നൊക്കെയാണ് ചെയ്യണേ? എന്തോന്നൊക്കെയാണ് കാണിട്ട്? പാദങ്ങള് എല്ലാം എക്സസൈസ് പറയുന്നത് എല്ലാരും പറയണ നന്നായിട്ട് നടക്കാനൊക്കെ പറ്റുമെന്നാണ് പറയണത്. ഞാൻ എത്ര നാള് മുന്നേ ഇത് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സുഖമായിട്ട് നടന്നൂടെ? അതുപോലെ നമ്മളെ വീട് ചെയ്യുമ്പോൾ നിങ്ങള് എന്നൊക്കെ പറയില്ലേ, അത് ഈ ട്രിവാൻഡ്രത്ത് ആ ഒരു ഇത് കോമൺ ആണ്. നമ്മള് ഓരോ സ്ഥലത്ത് ഓരോ സ്ലാങ്, തള്ളേ എന്നൊക്കെ പറയൂലേ, ഇവിടെ അത് കോമൺ ആണ്. അപ്പൊ നമ്മളിങ്ങനെ കാഷ്വൽ ടോക്കിന്റെ ഇടയിൽ അങ്ങ് പറയണത് കേട്ടോ നിങ്ങള്. ചിലര് അപ്പൊ ചിലര് അത് ഇവിടുന്ന് വേറെ
ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് അത് ഭയങ്കര അത് മോശമാണ്, അങ്ങനെ റെസ്പെക്ട് കൊടുക്കാതെ സംസാരിക്കല് എന്നൊക്കെ പറയും. ഇത് ട്രിവാൻഡ്രത്ത് കോമൺ ആണ്. മറ്റുള്ള സ്ഥലത്ത് ചില എന്താ ഈ പാലക്കാടൊക്കെ ഉള്ളവർ നമ്മളെ വിളിച്ചിട്ട് ഇതുപോലെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നേ. നമ്മൾ കേട്ട് ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് വല്ലാതെ തോന്നും. പക്ഷെ അവിടെ അത് കോമൺ ആയിരിക്കും. അപ്പോൾ അതാണ്. പിന്നെ അതുപോലെ ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പേര് മനോജ് എവിടെയും ചോദിച്ചു. ഏട്ടൻ്റെ വീട്ടിൽ പോയായിരുന്നു. ഏട്ടന് ഇവിടെ വരണതും വന്ന് കഴിക്കണതും ഒക്കെ വലിയ പാടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പിന്നെ ഇവിടെ ആയതുകൊണ്ട് ഏട്ടൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, അതുകൊണ്ട് മറുപടി തന്നതാണേ. വേദ പോയി ഡാൻസ് പ്രാക്ടീസ് ചെയ്യ്. പോ കള്ളോടിച്ച് കയറി ഇരിക്കണം. പോയി എഴുന്നേക്ക്. പഠിക്കണം, പിന്നീട് പഠിക്കാം. ഇത്രയും സമയം നിനക്ക് ആദ്യം നീ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. പോ 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 അത് കഴിഞ്ഞ് പഠിക്കാം. 8:30 മണിയല്ലേ ഉള്ളൂ. അത് തന്നെ 12 മണി വരെ സമയമുണ്ട്. കളി എഴുന്നേക്ക്. ഒരു വക ദേഹം അനങ്ങാതിരിക്കുകയാണ്. ഇത്രയും നാളെ 3 വയസ്സ് മുതൽ വേദയെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുകയാണ്. ഇപ്പോഴാണ് വേദ നിർത്തിയത്. ഇത്രയും നാളും ഞാൻ കൊണ്ടുപോയത് വേസ്റ്റ് ആവുകയാണ്. എണീറ്റ് പഠിയച്ചേ. എണീറ്റ് സ്കൂളിലൊന്നും ഒറ്റ പ്രോഗ്രാമിന് ഞാൻ ഇറക്കൂല ഇനി. എണീറ്റ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇന്ന് നമ്മൾ എടുക്കാൻ പോയ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് തിരക്കുണ്ട്. അപ്പൊ നാളെ നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അതെന്താന്നുള്ളത് പറയാം. നാളെ നമ്മൾ ബിരിയാണിയാണ് വയ്ക്കുന്നത്. ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ അതെന്താ ഏതാന്നൊക്കെ ഉള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യൂ. നാളത്തെ ആണ്. അപ്പോൾ എന്താണ് നാളത്തെ വിശേഷം എന്നുള്ളത് നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നൊരു ഇതാണ്. അത് സ്ഥിരം വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. അപ്പോൾ അറിയാമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നാളത്തെ വിശേഷം, നാളെ ചതയമാണ്, 4ാം ഓണമാണ്. എന്താണ് ആ വിശേഷം, എന്താണ് ആ സ്പെഷ്യൽ ഡേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. ടാറ്റാ ബൈ.